ഗസയിൽ വെടിനിർത്തൽ പ്രകാരമുള്ള ബന്ദിമോചനം തുടങ്ങി 20 ബന്ദികളെ ഹമാസ് ഇസ്രയേലിന് കൈമാറും. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് വിശദാംശങ്ങളുമായി. പി ജെയിംസ്, കഴിഞ്ഞ 2 വർഷമായി നമ്മൾ കാത്തിരുന്ന വാർത്തയാണ്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ബന്ദി കൈമാറ്റം എങ്ങനെയാണ്? 20 പേരെ ഘട്ടം ഘട്ടമായി 2 ഘട്ടമായി കൈമാറുക എന്നതാണ്. ഇതിനോടകം തന്നെ വടക്കൻ ഗസയിൽ കുറച്ച് ബന്ദികളെ കൈമാറ്റം ചെയ്തു എന്ന വിവരം വരുന്നുണ്ട്. റെഡ് ക്രോസിന് കൈമാറിയിട്ടുണ്ട് എന്നത്. മറ്റ് ഘട്ടങ്ങൾ, നടപടികൾ എന്തൊക്കെയാണ്? അനുജ, ഒരുപക്ഷെ ഈ 2 വർഷത്തെ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഹമാസ് 7 ഇസ്രായേലി ബന്ദികളെ വടക്കൻ ഗസയിൽ കൈമാറി റെഡ് ക്രോസിന്. അവരെ എയർ ആംബുലൻസിൽ എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇസ്രായേലിലെ ടെലിവിഷൻ ചാനലുകൾ മുഴുവൻ ലൈവായി പബ്ലിക് സ്ക്രീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നു. അതിന് നടുവിലേക്കാണ് ഒരുപക്ഷെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാനും നിമിഷങ്ങൾക്കകം വന്നിറങ്ങാൻ പോകുന്നത്. ട്രംപ് ഇതൊരു അവതാരകനെ പോലെ വലിയൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. താൻ ഇടപെട്ടാണ് ഇസ്രായേലി ബന്ദികളെ അവസാനത്തെ ബാച്ചിന് വിട്ടയച്ചത് എന്നുള്ളത്. ഇപ്പൊ വിട്ടയക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപ് 5-8 മണിക്കൂർ മുമ്പേ അവിടുന്ന് പുറപ്പെട്ടു. അദ്ദേഹം ലാൻഡ് ചെയ്യാൻ പോകുന്നു. ഇസ്രായേലി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു. ഇസ്രായേലി ബന്ദികളുടെ കുടുംബാംഗങ്ങളെ കാണാൻ പോകുന്നു. ഒരുപക്ഷെ ട്രംപ് എത്തുന്ന സമയത്ത് തന്നെ ആദ്യ ബാച്ച് ബന്ദികളെ അവിടെ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കുടുംബാംഗങ്ങളുമായി വികാര നിർഭരമായ കൂടിക്കാഴ്ച നടക്കുമ്പോഴായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ടെല്ലവീവിൽ വന്നിറങ്ങുന്നത്. അവിടെ നിന്ന് പാർലമെന്റിനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈജിപ്തിലേക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോവുക. 20 രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ട്രംപും ഒപ്പം തന്നെ ഈജിപ്തിന്റെ പ്രസിഡന്റ് അൽസിസിയുമാണ്. വലിയ രീതിയിലാണ് ഉച്ചകോടിയെ കാണുന്നത്. പ്രത്യേകിച്ച് ഗസയിൽ ഇപ്പോൾ തന്നെ ഹമാസും ഇതര സംഘടനകളുമായിട്ട് ആഭ്യന്തര സംഘർഷവും പോരാട്ടവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസ് എതിരാളികളെ പലരെയും പിടികൂടി തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ബന്ദി കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. കാരണം ഗസയിൽ തന്നെ അല്പം വെടിയൊച്ചകളൊക്കെ മുഴങ്ങുന്നുണ്ട്. അതിനിടയിലാണ് ഈ 7 ബന്ദികളെ വിട്ടയക്കുന്നത്. വലിയ എന്ന് പറയാ 2023 ഒക്ടോബർ 7-ാം തീയതിയാണ് ഈ വലിയ രീതിയിൽ ആക്രമണം നടത്തി 5000 റോക്കറ്റുകൾ അയച്ച് ഇസ്രായേലിനെ വലിയ രീതിയിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. ഹമാസ് 1200 പേരെ കൊലപ്പെടുത്തി, 250 പേരെ ബന്ദികളായി കൊണ്ടുപോയി, 200 പേരെ മരിച്ചും ജീവിച്ചും വിട്ടുകൊടുത്തതാണ്. ഇപ്പോൾ 48 പേരെയാണ് ഇനി വിടാനുള്ളത്. 20 പേരെ 2 ബാച്ചുകളായിട്ട് വിടുന്നു. 7 പേരെ ഇപ്പോൾ വിട്ടയച്ചു. റെഡ് ക്രോസ് ഏറ്റെടുത്തു. അടുത്ത 13 പേരെ മണിക്കൂറുകൾക്കുള്ളിൽ വിട്ടുകൊടുക്കും. അതിനുശേഷമായിരിക്കും പലസ്തീനി തടവുകാരെ ആദ്യം 250 ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കും. പിന്നെ 1700ഓളം വരുന്ന, പ്രത്യേകിച്ച് ഗസ യുദ്ധകാലത്ത് ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയി ഇസ്രായേലി ജയിലിൽ പാർപ്പിച്ചിരുന്ന സാധാരണക്കാരായിട്ടുള്ള 1700 പാലസ്തീനികളെ കൂടി വിട്ടയക്കും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.